നമസ്കാരം. ഗണിതം മധുരം എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 79ന്റെ പട്ടിക എങ്ങനെ എളുപ്പത്തിൽ കണക്കാക്കാമെന്നൊരു തന്ത്രത്തെക്കുറിച്ചാണ്. അതായത് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നോക്കാം. 79 ഗുണം 1 എന്ന് പറയുന്നത് 79 തന്നെയാണ് അല്ലേ. അടുത്ത അതായത് 79 ഗുണം 2 എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കിയാൽ എല്ലാ ആദ്യ ഭാഗം അതായത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ആദ്യ ഭാഗം കണക്കാക്കാനായിട്ട് 7ന്റെ കൂടെ 8 കൂട്ടുക. അതായത് ഓരോ സംഖ്യകൾ കൂടി വരുംതോറും ആ സംഖ്യകളുടെ കൂടെ 8 കൂട്ടി പോയാൽ നമുക്ക് 79ന്റെ പട്ടിക എളുപ്പത്തിൽ കണക്കാക്കാവുന്നതാണ്. അതായത് ഉദാഹരണം നോക്കാം. 79 ഗുണം 2 എന്ന് പറയുമ്പോൾ 79 ആദ്യത്തെ സംഖ്യ കിട്ടിയത് അല്ലേ. 7 ഗുണം 1 എന്ന് പറയുന്നത് 79 അപ്പോൾ 7ന്റെ കൂടെ 8 കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 15 വരുന്നത്. അപ്പോൾ 79 ഗുണം 2ന്റെ ആദ്യ ഭാഗം 15 എന്ന് എഴുതുക. രണ്ടാം ഭാഗത്ത് 79ന്റെ അവസാനത്തെ അക്കമെന്ന് പറയുന്നത് 9 9ൽ നിന്ന് 1 കുറച്ച് 8 എഴുതുക. അപ്പോൾ 158 എന്നതാണ് 79 ഗുണം 2 എന്നതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം. 79 ഗുണം 3 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലെ തന്നെയാണ്, പക്ഷേ 158 കിട്ടിയത്. അപ്പോൾ 15 ആദ്യത്തെ ഭാഗം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 15ന്റെ കൂടെയാണ് 8 വീണ്ടും കൂട്ടേണ്ടത്. അപ്പോൾ 15ന്റെ കൂടെ 8 കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 23 വരുന്നത്. പിന്നെ 158 8 അവസാനത്തെ അക്കം എന്ന് പറയുന്നത്. ഈ 8ൽ നിന്ന് 1 കുറച്ച് എഴുതുക. അപ്പോൾ 7 വരുന്നത്. അപ്പോൾ ഇത് ചേർത്ത് എഴുതിയാൽ 23ഉം 7ഉം ചേർത്ത് എഴുതിയാൽ 237 എന്നതാണ് 79 ഗുണം 3 എന്നതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. 79 ഗുണം 4 എന്നതിൻ്റെ ഉത്തരം ഇതുപോലെ തന്നെയാണ് നേരത്തെ കണ്ട സംഖ്യ. അതായത് 237ന്റെ ആ ഒരു സംഖ്യയാണ് എടുക്കേണ്ടത്. അതിൽ 23 ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത്. ഈ 23ന്റെ കൂടെ 8 കൂട്ടുക. 23ന്റെ കൂടെ 8 കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 31 വരുന്നത് അല്ലേ. 31 എടുത്തെഴുതുക. അടുത്ത ഭാഗം എന്താണ്? 237ന്റെ അവസാനത്തെ അക്കമെന്ന് പറയുന്നത് 7 ഈ 7ൽ നിന്ന് 1 കുറച്ച് 6 എഴുതുക. ഇത് ചേർത്തെഴുതിയാൽ ഉത്തരം കിട്ടി. 316 എന്നതാണ് 79 ഗുണം 4ന്റെ ഉത്തരമെന്ന് പറയുന്നത്. അടുത്തൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. 79 ഗുണം 5ന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. അതായത് 316 എടുക്കുക. അതായത് നേരത്തെ കണ്ടെത്തിയ ഉത്തരം എടുക്കുക. 316 അതായത് 31 ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. ഈ 31ന്റെ കൂടെ 8 കൂട്ടുക. 8 കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 39 വരുന്നത്. അടുത്ത ഭാഗം എന്താണ്? 316 അപ്പോൾ 6 അവസാനത്തെ അക്കം എന്ന് പറയുന്നത്. ഈ 6ന്റെ കൂടെ 1 കുറച്ചാൽ 5 വരുന്നത്. അപ്പോൾ 39ഉം 5 കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് എഴുതിയാൽ 79 ഗുണം 5ന്റെ ഉത്തരം കിട്ടി. അതായത് 395 എന്നതാണ് 79 ഗുണം 5ന്റെ ഉത്തരമെന്ന് പറയുന്നത്. നമുക്കിനി ഒരു ഉദാഹരണം കൂടി എല്ലാവർക്കും ചെയ്തു നോക്കാം. 79 ഗുണം 6ന്റെ ഉത്തരം ഇങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ നേരത്തെ ഉത്തരം എന്ന് പറയുന്നത് 395 395ന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് 39 ഈ 39ന്റെ കൂടെ 8 കൂട്ടുക. 39ന്റെ കൂടെ 8 കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 47 വരുന്നത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് 395 അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 5 5ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ് വരുന്നത്? 4 വരുന്നത്. ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ചേർത്തെഴുതുക. 47ഉം 4ഉം ചേർത്തെഴുതിയാൽ 79 ഗുണം 6 എന്നതിൻ്റെ ഉത്തരം കിട്ടി. അതായത് 474 എന്ന ഉത്തരം കിട്ടി. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ 79ന്റെ പട്ടിക വളരെ എളുപ്പത്തിൽ ഇനിയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പട്ടിക കണക്കാക്കാവുന്നതാണ്. അതായത് നമ്മൾ ഗുണിച്ച് വരുന്ന സംഖ്യകളുടെ കൂടെ 8 കൂട്ടുക. അടുത്ത രണ്ടാം ഭാഗത്ത് വരുന്ന സംഖ്യകൾ 1 കുറച്ച് എഴുതിയാൽ നമ്മുടെ ഉത്തരം വളരെ എളുപ്പത്തിൽ, അതായത് നമ്മുടെ പട്ടിക 79ന്റെ പട്ടിക വളരെ എളുപ്പത്തിൽ തന്നെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗണിതം മധുരം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.